നമസ്കാരം. നമ്മളൊക്കെ ദിവസവും എത്രയോ തവണ ചെയ്യുന്നൊരു കാര്യമാണ് ഒരു സ്വിച്ച് ഓൺ ചെയ്യുക, അല്ലേ? ബൾബ് കത്തും, ഫാൻ കറങ്ങും. സംഭവം സിമ്പിൾ. പക്ഷേ ആ ഒരു ക്ലിക്ക് ശബ്ദത്തിനും ബൾബ് കത്തുന്നതിനുമിടയിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പിന്നെ നമ്മുടെ പോക്കറ്റ് കാലിയാക്കുന്ന കറണ്ട് ബില്ലും ഈ സ്വിച്ചും തമ്മിൽ എന്താ ബന്ധം? വാ, നമുക്ക് ഈ രഹസ്യങ്ങളൊക്കെ ഒന്ന് ചുരുളഴിച്ചു നോക്കാം. അതെ, ഈ ഒരു ചോദ്യമാണ് നമ്മളിന്ന് ഉത്തരം കണ്ടെത്താൻ പോകുന്നത്. നമ്മൾ വെറുതെ ഓൺ ചെയ്യുന്ന സ്വിച്ചിന് പിന്നിലെ യഥാർത്ഥ മാജിക് എന്താണ്? വാ, നമുക്കൊരുമിച്ച് യാത്ര തുടങ്ങാം. ഓക്കെ, അപ്പോൾ വൈദ്യുതിയെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒഴുക്ക് അല്ലെങ്കിൽ ഫ്ലോ എന്ന ഐഡിയ പിടികിട്ടണം. പ്രകൃതിയിലെ ബേസിക് നിയമമാണത്. എന്തെങ്കിലും ഒഴുകണമെങ്കിൽ ഒരിടത്ത് കൂടുതലും മറ്റൊരിടത്ത് കുറവുമായിരിക്കണം. അതായത് ഒരു വ്യത്യാസം, ഒരു ഡിഫറൻസ് അവിടെ വേണം. സിമ്പിളായി പറഞ്ഞാൽ സമമായ ഒരിടത്ത് ഒന്നും ഒഴുകില്ല. ഇപ്പോൾ നോക്കൂ, വെള്ളം എങ്ങനെയാ ഒഴുകുന്നത്? എപ്പോഴും ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴ്ന്ന സ്ഥലത്തേക്ക്, അല്ലേ? അവിടെ ഒരു ഉയരത്തിലുള്ള വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ചൂട് കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകും. ചായ വെച്ച കപ്പ് തൊടുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ചൂട് വരുന്നത് അതുകൊണ്ടാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ? ഈ ഒരു ഐഡിയ മനസ്സിൽ വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ കാര്യമോ? അവിടെയും കഥ ഇത് തന്നെ. ഒരു മാറ്റവുമില്ല. വെള്ളത്തിന്റെ ഉയരവ്യത്യാസം പോലെ, അല്ലെങ്കിൽ ചൂടിന്റെ താപനില വ്യത്യാസം പോലെ, ഇലക്ട്രിസിറ്റിക്ക് ഒഴുകാനും ഒരു വ്യത്യാസം വേണം. അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതാണ് ആ വയറിനുള്ളിലൂടെ ഇലക്ട്രോണുകളെ മുന്നോട്ട് തള്ളിവിടുന്ന ആ അദൃശ്യമായ ശക്തി. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഓമന പേരാണ് വോൾട്ടേജ്. നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന വാക്ക്, അല്ലേ? ഇതിന്റെ യൂണിറ്റാണ് വോൾട്ട്. ഒന്നുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ, ഒരു പൈപ്പിലൂടെ വെള്ളം എത്ര ശക്തിയിൽ ഒഴുകുന്നു എന്ന് തീരുമാനിക്കുന്നത് അതിലെ പ്രഷറല്ലേ? അതുപോലെ ഒരു വയറിലൂടെ കറണ്ട് എത്ര ശക്തിയിൽ ഒഴുകണം എന്ന് തീരുമാനിക്കുന്ന ആ ഇലക്ട്രിക്കൽ പ്രഷറാണ് വോൾട്ടേജ്. അപ്പോൾ കറന്റിനെ തള്ളിവിടുന്നൊരു ശക്തിയുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ ഒഴുക്ക് തോന്നിയതുപോലെയല്ല. അതിന് കൃത്യമായൊരു നിയമമുണ്ട്. വൈദ്യുതിയുടെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമപുസ്തകത്തിലെ ആദ്യത്തെ പേജ്. നമുക്കതൊന്ന് മറിച്ചു നോക്കാം. ഇതാണ് നിയമം, ഓംസ് ലോ. V=I×R. കാണുമ്പോൾ സിമ്പിളാണെന്ന് തോന്നും, പക്ഷെ വൈദ്യുതിയുടെ ലോകം മൊത്തം ഇതിലാണ് കറങ്ങുന്നത്. V എന്നാൽ വോൾട്ടേജ്, അതായത് ആ തള്ളുന്ന ശക്തി. I എന്നാൽ കറന്റ്, ആ ഒഴുക്ക്. പിന്നെ R, അതാണ് റെസിസ്റ്റൻസ്, അതായത് തടസ്സം. ഈ മൂന്നും തമ്മിലുള്ളൊരു മാന്ത്രിക ബന്ധമാണിത്. വാ, നമുക്കിത് ശരിക്കും എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്തായിരിക്കും ഈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം? പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ അതൊരു തടസ്സമാണ്. കറണ്ട് ഇങ്ങനെ സുഖമായി ഒഴുകി പോകുമ്പോൾ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് പിടിച്ചുവെക്കുന്ന ഒരു ശക്തി. ഒരു റോഡിലെ ഹമ്പ് പോലെ, അല്ലെങ്കിൽ വെള്ളമൊഴുകുന്ന പൈപ്പിലെ ഒരു അടവ് പോലെ. കറണ്ടിന് ഈ തടസ്സത്തെ മറികടന്നേ മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ഈ മൂന്നെണ്ണവും തമ്മിൽ എങ്ങനെയാ ബന്ധപ്പെട്ടിരിക്കുന്നത്? നമുക്ക് പഴയ വെള്ളത്തിൻ്റെ ഉദാഹരണം എടുക്കാം. നിങ്ങൾ ഒരേ ശക്തിയിലാണ് പൈപ്പിലൂടെ വെള്ളം പമ്പ് ചെയ്യുന്നത് എന്ന് വെക്കുക. അതായത് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. പൈപ്പ് നല്ല വീതിയുള്ളതാണെങ്കിൽ, അതായത് റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ, വെള്ളം ശക്തിയായി ഒഴുകും, അല്ലേ? ഇനി പൈപ്പ് ഇടുങ്ങിയതാണെങ്കിലോ, റെസിസ്റ്റൻസ് കൂടിയാൽ ഒഴുക്ക് കുറയും. അത് തന്നെയാണ് കറണ്ടിൻ്റെ കാര്യവും. വോൾട്ടേജ് മാറിയില്ലെങ്കിൽ റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് കുറയും. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് കൂടും. സിമ്പിൾ. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഒരു വില്ലനാണെന്ന് തോന്നുന്നുണ്ടാവും, അല്ലേ? കറണ്ടിനെ തടയുന്ന ഒരു ശല്യം. എന്നാൽ കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് ഇവിടെയാണ്. ഈ വില്ലൻ കാരണമാണ് നമുക്ക് വൈദ്യുതി കൊണ്ട് പ്രയോജനമുള്ളത്. ഈ തടസ്സത്തെ മറികടക്കാൻ കറണ്ട് കഷ്ടപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജോലികൾ നടക്കുന്നത്. അതെങ്ങനെയാണെന്നല്ലേ? ജൂൾസ് ലോ എന്നൊരു നിയമമുണ്ട്. അത് പറയുന്നത് ഇത്രയുള്ളൂ: ഒരു റെസിസ്റ്റൻസിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അവിടെ ചൂടുണ്ടാവും. H=I²RT. ഈ ചൂടാണ് നമ്മുടെ പല ഉപകരണങ്ങളുടെയും അടിസ്ഥാനം. ഒന്നാലോചിച്ചു നോക്കൂ. ഇസ്ത്രിപ്പെട്ടി, വെള്ളം ചൂടാക്കുന്ന ഹീറ്റർ, ടോസ്റ്റർ, ഇതെല്ലാം ഈ തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. കറണ്ടിനെ തടഞ്ഞു നിർത്തി ചൂടുണ്ടാക്കുന്നു. അപ്പോൾ ഈ ചൂട് എന്ന് പറയുന്നത് ഒരു ഊർജമാണ്. ഇവിടെയാണ് നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് വരുന്നത്. ഒരു ഉപകരണം എത്ര വേഗത്തിലാണ് ഈ ഊർജം ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ എത്ര വേഗത്തിലാണ് അത് ജോലി ചെയ്യുന്നത്? നിങ്ങളുടെ വീട്ടിലെ ടോസ്റ്ററിന്റെ പുറത്ത് 750 വാട്ട് എന്നോ ഒരു ബൾബിൽ 10 വാട്ട് എന്നോ എഴുതിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ W അല്ലെങ്കിൽ വാട്ട് എന്താണെന്നറിയാമോ? അതാണ് പവർ. ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഒരു ഉപകരണം എത്ര ഊർജം ഉപയോഗിക്കുന്നു എന്നതിൻ്റെ കണക്കാണ്. അതായത് ഊർജം ഉപയോഗിക്കുന്നതിൻ്റെ സ്പീഡ്. അപ്പോൾ 750 വാട്ടിൻ്റെ ടോസ്റ്റർ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന 100 വാട്ടിൻ്റെ ബൾബിനേക്കാൾ വളരെ വേഗത്തിൽ ഊർജം വലിച്ചെടുക്കുന്നു എന്ന് സാരം. പവർ കൂടുന്തോറും സ്പീഡിൽ ഊർജം തീരും.
ഇനി പവറിന് പല ഇക്വേഷൻസ് കാണുമ്പോൾ പേടിക്കുകയേ വേണ്ട. P ഈക്വൽസ് ടു VI, P ഈക്വൽസ് ടു I²R, P ഈക്വൽസ് ടു V²/R. ഇതൊക്കെ പല വേഷത്തിൽ വരുന്ന ഒരേ ആളാണ്. നമ്മൾ ആദ്യം പഠിച്ച ഓംസ് ലോയിലെ V ഈസ് ഈക്വൽ ടു IR, അതിലെ VAയും IAയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുമ്പോൾ കിട്ടുന്ന പുതിയ രൂപങ്ങൾ മാത്രമാണിത്. ബേസിക് ഐഡിയ ഒന്നുതന്നെ. പവർ എന്ന് പറയുന്നത് വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും തമ്മിലുള്ള ഒരു കളി മാത്രമാണ്. ഓക്കേ, അപ്പോ വോൾട്ടേജ്, കറണ്ട്, പവർ ഇതൊക്കെ കൊള്ളാം. പക്ഷേ നമ്മളെല്ലാവരെയും നേരിട്ട് ബാധിക്കുന്നൊരു കാര്യമുണ്ടല്ലോ, കറണ്ട് ബിൽ. ആ ബില്ലിന് പിന്നിലെ കണക്കെന്താണ്? നമ്മൾ എന്തിനാണ് പണം കൊടുക്കുന്നത്? വാട്ടുകൾക്കാണോ? അല്ല, നമുക്ക് നോക്കാം. നമ്മുടെ കറണ്ട് ബില്ലിൽ യൂണിറ്റ് എന്ന് കാണാറില്ലേ? ഇത്ര യൂണിറ്റിന് ഇത്ര രൂപ എന്നൊക്കെ. ആ ഒരു യൂണിറ്റ്, അതായത് ഒരു കിലോവാട്ട് അവർ, എത്ര ഊർജ്ജമാണെന്നറിയാമോ? 36 ലക്ഷം ജൂൾ. ശരിക്കും ഒരു ഭീമൻ സംഖ്യയാണത്. അപ്പോൾ എന്താണ് ഈ കിലോവാട്ട് അവർ അഥവാ നമ്മുടെ യൂണിറ്റ്? സംഭവം സിമ്പിളാണ്. 1000 വാട്ട് പവറുള്ളൊരു ഉപകരണം, ഉദാഹരണത്തിന് ഒരു ഇസ്തിരിപ്പെട്ടി, 1 മണിക്കൂർ തുടർച്ചയായി പ്രവർത്തിപ്പിച്ചാൽ ഉപയോഗിക്കുന്ന മൊത്തം ഊർജ്ജമാണ് ഒരു യൂണിറ്റ്. അപ്പോൾ KSEB നമ്മളിൽ നിന്ന് പണം വാങ്ങുന്നത് പവറിനല്ല, മറിച്ച് നമ്മൾ ആകെ എത്ര ഊർജ്ജം ഉപയോഗിച്ചു എന്നതിനാണ്. ആ ഊർജ്ജത്തിന്റെ അളവാണ് ഈ യൂണിറ്റ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജോ ടിവിയോ എത്ര യൂണിറ്റ് കറന്റ് എടുക്കുന്നു എന്ന് നിങ്ങൾക്കും കണ്ടുപിടിക്കാം. വളരെ എളുപ്പമാണ്. ആദ്യം ആ ഉപകരണത്തിന്റെ പവർ വാട്ടിൽ എത്രയാണെന്ന് നോക്കുക. പിന്നെ അത് ഒരു ദിവസം എത്ര മണിക്കൂർ പ്രവർത്തിക്കുന്നു എന്ന് കണക്കാക്കുക. രണ്ടും കൂടി ഗുണിച്ചിട്ട് 1000 കൊണ്ട് ഹരിച്ചാൽ മതി. ഒരു ദിവസത്തെ യൂണിറ്റ് കിട്ടി. അടുത്ത ബില്ല് വരുമ്പോൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണേ. അപ്പോൾ ബില്ലിന്റെ കണക്കൊക്കെ നമുക്ക് മനസ്സിലായി. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റ് വൈദ്യുതിക്കും നമ്മുടെ പേഴ്സിനപ്പുറം ഒരു വിലയുണ്ട്. അത് നമ്മുടെ ഭൂമിക്കും ഭാവിക്കും നൽകുന്ന വിലയാണ്. നമുക്ക് ആ ഒരു വലിയ ചിത്രത്തിലേക്കൊന്ന് നോക്കാം. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ഊർജ്ജ പ്രതിസന്ധി. നമ്മുടെ എല്ലാം ആവശ്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ അതിനനുസരിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റ് വൈദ്യുതിയും ശരിക്കും പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാടുണ്ട്. ഊർജ്ജക്ഷമത കൂടിയ സ്റ്റാർ റേറ്റിംഗുള്ള ഉപകരണങ്ങൾ വാങ്ങാം. ഉപയോഗം കഴിഞ്ഞാൽ ഉടൻ സ്വിച്ച് ഓഫ് ചെയ്യാം. പഴയ ബൾബൊക്കെ മാറ്റി LED ആക്കാം. മുറിക്ക് ചേർന്ന വലിപ്പമുള്ള ഫാൻ വയ്ക്കാം. പകൽ ലൈറ്റ് ഇടാതെ ജനൽ തുറന്നിടാം. ഇതൊക്കെ വളരെ ചെറുതാണെന്ന് തോന്നാം. പക്ഷേ ഓർക്കുക, തുള്ളിപ്പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ഓരോ ചെറിയ മാറ്റവും ചേരുമ്പോൾ അത് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് അവസാനം ഒന്ന് ഓർക്കുക, ഊർജ്ജം സംരക്ഷിക്കുന്നത് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിന് തുല്യമാണ്. ഒരു ഡാം കെട്ടാതെ, ഒരു പവർ പ്ലാന്റ് പണിയാതെ നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുകയാണ്. ഓരോ യൂണിറ്റും ലാഭിക്കുമ്പോൾ. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചില്ലേ? ഇനി അടുത്ത തവണ നിങ്ങളൊരു സ്വിച്ചിനടുത്തേക്ക് പോകുമ്പോൾ വെറുതെ അതൊന്ന് ഓൺ ചെയ്യുക മാത്രമായിരിക്കുമോ? അതോ ആ ഒരൊറ്റ ക്ലിക്കിന് പിന്നിലെ ശാസ്ത്രത്തെക്കുറിച്ചും നിങ്ങളുടെ ബില്ലിനെക്കുറിച്ചും എല്ലാത്തിനുപരി നമ്മുടെ ഭൂമിയെക്കുറിച്ചും ഒരു നിമിഷം ഓർക്കുമോ? ഇന്നു മുതൽ നിങ്ങൾക്ക് വരുത്താൻ കഴിയുന്ന ആ ഒരു മാറ്റം എന്തായിരിക്കും?